കുറെ നിസ്കരിച്ചാ സ്വർഗത്ത് പോകുന്നു വിചാരിച്ചു വെച്ച പാപന്മാരുണ്ട് ഇതിന്. കുറെ നോമ്പ് വെച്ചാ സ്വർഗത്ത് പോകുന്ന വിചാരിച്ച ചെമ്മാരുണ്ട്. പോവൂല. നിസ്കാരം കൊണ്ട്, നോമ്പ് കൊണ്ട്, ഉംറ കൊണ്ട് സ്വർഗത്ത് പോവില്ല. നിങ്ങൾ വെറുതെ വിചാരിക്കുക, ആ സാധനമൊക്കെ അവിടെ കിടക്കും. മനുഷ്യനോട് ചെയ്തത് മുഴുവൻ പൊരുത്തപ്പെടാതെ ഒരുത്തനും സ്വർഗത്ത് പോവില്ല. എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. അമ്മായിമ്മ രാവിലെ എഴുന്നേൽക്കും, 3 മണിക്ക് പുലർച്ചെ അമ്മായിമ്മ എണീക്കും, നിസ്കാരക്കുപ്പായ എടുത്തിടും, ഒന്നുമെടുത്ത് നിസ്കാരക്കുപ്പായ എടുത്തിടും. എന്നിട്ടോ തഹജ്ജുദ് തുടങ്ങും. 3 മണിക്ക് തുടങ്ങിയ തഹജ്ജുദ് നിസ്കാരം നിന്ന് നിസ്കരിച്ചിട്ട് ഒരു 4-4:30 വരെ തഹജ്ജുദ്. അത് കഴിഞ്ഞാൽ ഖുർആൻ ഓതും. അപ്പൊ സുബൈന്റെ ബാങ്ക് കൊടുക്കും. ബാങ്ക് കേട്ടാൽ ഉമ്മ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കും. അത് കഴിഞ്ഞിട്ട് 2 റക്അത്ത് സുബൈ നിസ്കരിക്കും. അതും കഴിഞ്ഞ് നേരം പുലരുവോളം ആ നിസ്കാരക്കുപ്പായത്തിൽ നിസ്കാരപ്പടത്തിൽ ഇരുന്ന് നിസ്കരിക്കും. പിന്നെ ഖുർആൻ ഓതും. എത്ര നേരായില്ലേ? 3 മണിക്ക് എണീറ്റ ഉമ്മ നിസ്കാരപ്പടത്തുനിന്ന് എഴുന്നേൽക്ക് 7 മണിക്കാ. 4 മണിക്കൂർ ഈ ഉമ്മ നിസ്കരിക്കാണ്, ഈ ഉമ്മ ഖുർആൻ ഓതാണ്. എന്നിട്ടോ 7 മണിയാകുമ്പോ നിസ്കാരപ്പടാണ്ട് മടക്കും. നേരെ അടുക്കളേക്കാണ് ചെല്ലും. ഇവിടെ ആരാ ഉള്ളത്? മരുമകളുണ്ട്. വേറെ ഏതോ വീട്ടിൽ നിന്ന് കയറി വന്നൊരു പെണ്ണ്. പിന്നെന്താ പണി? 7 മണി മുതൽ വൈകുന്നേരം വരെ എതിരിട്ട് കുത്തുക. എങ്ങനെയുണ്ട്? 4 മണിക്കൂർ നിസ്കരിച്ച് ഖുർആൻ ഓതി, ബാക്കിയൊക്കെ ഈ മരോളോട്ട് കുത്തുക. എന്നിട്ട് ഈ മരുമകൾ കണ്ണീരുമൊളിപ്പിച്ച വീട്ടിനകത്ത് കഴിയുക, മനസ്സിങ്ങനെ വിഷമിക്കുക. ഈ വിഷമവും സങ്കടമൊക്കെ കൊണ്ട് ഈ പെണ്ണിങ്ങനെ പൊട്ടിക്കറിയുക. എന്നിട്ട് ആ പെണ്ണിന്റെ സമാധാനം മുഴുവൻ തകർക്കുക. നിങ്ങൾ പറ, നാളെ പരലോകത്തെത്തുമ്പോ ഈ ഉമ്മാന്റെ നിസ്കാരം, ഈ ഉമ്മാന്റെ ഖുർആൻ എവിടെ നിൽക്കും? ഈ പെണ്ണിന്റെ കണ്ണീര് എവിടെ നിൽക്കും? നിങ്ങൾ പറ. നമ്മൾ ഇതിനെ കുറിച്ച് വല്ല ബോധവാന്മാരുമാണോ? എവിടെ നിൽക്കും? മരുമക്കൾ ചിന്തിക്കണം. അമ്മായിയമ്മയെ പൊന്നുപോലെ നോക്കേണ്ടത് മരുമക്കളാണ്. മരുമക്കളെ പൊന്നുപോലെ നോക്കേണ്ടത് അമ്മായിയമ്മയാണ്. നാത്തൂന്മാര് ശ്രദ്ധിക്കണം. നമ്മുടെ നാവിൽ നിന്ന് വരുന്ന ഒരു വാക്ക് കൊണ്ട് ഒരു ബന്ധം മുറിഞ്ഞു പോയാൽ എത്ര നിസ്കരിച്ചാലും അവിടെ തന്നെ കിടക്കൂല. ആ പെണ്ണിന്റെ നിസ്കാരം മുഴുവൻ അവൾ ഉപദ്രവിച്ചവന് കിട്ടും. ഇത് ഞാൻ പറഞ്ഞതല്ലല്ലോ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കല്ലേ. അപ്പൊ നമ്മൾ ചിന്തിക്കേണ്ടത്, ചില ആൾക്കാർക്കുള്ള വിചാരത, ഞാൻ എത്രയും ഖുർആൻ ഓതുന്നു, ഞാൻ എത്രയും നിസ്കരിക്കുന്നു. നമ്മുടെ നാവ് കൊണ്ട്, നമ്മുടെ സ്വഭാവം കൊണ്ട് ഏതെങ്കിലും ഒരാൾ വിഷമിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കണം.